അനന്തപുരിയുടെ നഗരഹൃദയത്തിന് നടുവിലായി ശ്രീകാര്യത്തിനടുത്ത് കാട്ടായിക്കോണം വാർഡിലെ അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ് ഇന്ന് യാത്രയാകുന്നത്. ചേങ്കോട്ടുകോണത്തിനടുത്ത് മടവൂർ പാറയിലെ പുരാതനമായ ഗുഹാക്ഷേത്രം. ഇത് കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, വർത്തമാന കാലത്തെ ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഈ മടവൂർ പാറ. സമുദ്രനിരപ്പിൽ നിന്നും 300 അടി ഉയരമുള്ള ഈ പാറയുടെ മധ്യഭാഗം ചതുരാകൃതിയിൽ തുരന്ന് ഉണ്ടാക്കിയതാണ് ഗുഹാക്ഷേത്രം. ഇതിൻ്റെ നിർമ്മാണം ജൈന ബുദ്ധ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പാറയിൽ കൊത്തിയുണ്ടാക്കിയ 33 പടവുകൾ കയറി ചെല്ലുന്നിടത്താണ് ക്ഷേത്രം. കേരളത്തിൽ അപൂർവമായി കണ്ടുവരുന്ന ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നായ മടവൂർപ്പാറയിലെ ഈ ഗുഹാക്ഷേത്രം 9-ാം നൂറ്റാണ്ടിൽ ജൈനന്മാരോ ബുദ്ധന്മാരോ പണിതതാവാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിൽക്കാലത്ത് ഇതൊരു ശിവക്ഷേത്രമായി മാറുകയാണ് ഉണ്ടായത്. ദ്രാവിഡ ദൈവമായ മാടൻ്റെ ഊര് എന്ന പേരിൽ നിന്നാവാം മടവൂര് ഉണ്ടായത് എന്നൊരു അഭിപ്രായം ഉണ്ട്. പ്രാചീന മലയാളത്തിലും തമിഴിലും ഇത്തരം ഗുഹകൾക്ക് മട അല്ലെങ്കിൽ മടവ് എന്ന് പേരുണ്ട്. അതിൽ നിന്നാവാം മടവൂരെന്ന പേര് ലഭിച്ചതെന്നൊരു അഭിപ്രായവും ഉണ്ട്. ഹിന്ദുമതത്തിൻ്റെ ആധിപത്യം തിരിച്ചു വന്ന 8-ാം നൂറ്റാണ്ടിലാവാം ഈ ക്ഷേത്രം ഒരു ഹൈന്ദവ ക്ഷേത്രമായി പരിവർത്തനം ചെയ്യപ്പെട്ടത്. ഒരു കാലത്ത് ഇവിടെ ധാരാളം ബ്രാഹ്മണരുടെ മഠങ്ങളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ബ്രാഹ്മണ മഠങ്ങളുടെ ഊര് എന്ന പദാവലിയിൽ നിന്നാവുമോ മടവൂര് എന്ന പേര് ലഭിച്ചത് എന്ന ചോദ്യവും ഉണ്ട്. ഗുഹാക്ഷേത്ര കവാടത്തിന് അടുത്ത് ഉള്ള ഒരു ചെറിയ പടവുകൾ കയറി എത്തുമ്പോൾ കാണുന്ന വാച്ച്മാൻ്റെ ടവറാണ് ഈ കണ്ടത്. ഇവിടെ നിന്നും പാറക്കെട്ടിലെ കയറിൽ തൂങ്ങി അല്പം മുകളിലേക്ക് കയറിയാൽ പാറയിലെ മുകളിൽ നിന്നും സദാ എപ്പോഴും ഒഴുകിയെത്തുന്ന ചെറിയ നീരുറവ കാണാം. ഈ വെള്ളം ശേഖരിക്കുന്നതിന് ചെറിയൊരു കുളവുമുണ്ട്. വീണ്ടും മുകളിലേക്ക് കയറിയാൽ മനോഹരമായി നിർമ്മിച്ച കൽപ്പടവുകളാണ്. ആ കൽപ്പടവുകൾക്ക് മേൽക്കൂരയുമുണ്ട്. ഓരോ കൽപ്പടവുകളും അവസാനിക്കുന്നിടത്ത് മനോഹരമായ വിശ്രമ കേന്ദ്രവും വ്യൂ പോയിൻറ്റുകളും ഉണ്ട്. പാറക്കെട്ടിൻ്റെ വിശ്രമ കേന്ദ്രങ്ങളിൽ പഠനത്തിൽ മുഴുകിയിരിക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ കലവറയുമാണ് മടവൂർ പാറ. വേനൽ മഴയിൽ ഇളം പച്ച നിറമാർജിച്ച ആ വനഭംഗി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എൻ്റെ ബാല്യകാല സ്മരണകൾ വീണ് കിടക്കുന്ന ഒരു ഇടം കൂടിയാണ് മടവൂർ പാറ. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള MEHS തുണ്ടത്തിൽ എന്ന് പറയുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അന്ന് പലപ്പോഴും സമരമുള്ള നാളുകളായിരുന്നു. പണിമുടക്ക് ദിവസങ്ങളിൽ സാഹസികമായി ഈ കുന്ന് കയറുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വിനോദം. അന്ന് ഈ പ്രദേശം തികച്ചും വിജനമായിരുന്നു. നമുക്ക് പകൽ പോലും കുറുക്കന്മാരെ കാണുവാൻ സാധിക്കുമായിരുന്നു. കുന്നിൻ്റെ നെറുകയിൽ അന്ന് ഒരു ചാരുമരം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തുള്ള പാറക്കെട്ടിലിരുന്നു കൊണ്ട് ഉച്ചഭക്ഷണം ഞങ്ങൾ കഴിക്കുമായിരുന്നു. അങ്ങകലെ നേർത്ത രേഖ പോലെ കാണുമായിരുന്ന അറബിക്കടലിലൂടെ കപ്പലുകൾ മെല്ലെ മെല്ലെ തീപ്പെട്ടിക്കൂടുകൾ പോലുള്ള ആകൃതിയിൽ ഇങ്ങനെ പോകുന്നത് കാണാൻ അന്നൊരു ഹരമായിരുന്നു. പാത്രങ്ങളിൽ പാറക്കെട്ടുകൾക്കിടയിലെ തെച്ചിപ്പഴങ്ങൾ പറിച്ച് നിറച്ചാണ് ഞങ്ങൾ വൈകുന്നേരമാകുമ്പോൾ അവിടെ നിന്ന് മടങ്ങാറ്. ഈ കാണുന്നത് നഗരത്തിൻ്റെ, പ്രത്യേകിച്ചും കഴക്കൂട്ടത്തിൻ്റെ ഒരു ആകാശ ദൃശ്യമാണ്. മുമ്പ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നോക്കത്താ ദൂരത്ത് തെങ്ങുകളും മരങ്ങളുമായിരുന്നു എങ്കിൽ ഇപ്പോൾ ആകാശത്തെ ചുംബിച്ച് നിൽക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങളാണ്. മാറുന്ന തിരുവനന്തപുരത്തിൻ്റെ മുഖം ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. മുളകൾ കൊണ്ടുള്ള പാലങ്ങളുടെ നിർമ്മിതി അതിമനോഹരമാണ്. അതിന് മേൽക്കൂരയുമുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ സൗന്ദര്യം ഏറുമായിരിക്കാം. പക്ഷേ പകൽ സമയങ്ങളിലാണ്, ഇവിടെ സഞ്ചാരികൾ ഒഴിയുന്ന സമയമാണ് ഇവിടെ സൗന്ദര്യം ഏറുന്നത്. നിരവധിയായ ചെറുപ്പക്കാർ
ആ ഏകാന്തതയിൽ ലയിച്ച് അനന്തതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്നത് കാണാം. ചിലർ വായിക്കുന്നു, ചിലർ പഠിക്കുന്നു. ഏകാന്ത സഞ്ചാരികളും ഉണ്ട്. ജീവിത പങ്കാളിയോടൊപ്പം എത്തുന്നവർ, പ്രണയ ജോഡികൾ, സുഹൃത്തുക്കൾ. അങ്ങനെ ഈ സ്ഥലം സഞ്ചാരികളുടെ ഒരു പറുദീസയായി മാറുകയാണ്. ചുറ്റുമുള്ള പച്ചില പടർപ്പുകളിൽ ധാരാളം പക്ഷികളുണ്ട്. ഞങ്ങളിരിക്കുന്ന ബെഞ്ചിനടുത്ത് ഒരു ഓന്ത് തലയെടുപ്പോടുകൂടി ഇരിക്കുന്നത് കണ്ടു. അവൻ ഓന്തുകളുടെ രാജാവാണെന്ന് തോന്നിപ്പോകും. വിശ്രമ കേന്ദ്രങ്ങളിൽ പലതിലും അറ്റകുറ്റപ്പണികളുടെ സമയം അതിക്രമിച്ചു എന്ന് തോന്നിപ്പോകും. ബാംബു പാലത്തിനടുത്തായി തന്നെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഉണ്ട്. ഒരു നഗരഹൃദയത്തിൽ ഒരു കാനനത്തിന് നടുവിലായി പ്രാചീന ഗുഹാക്ഷേത്രവും ആ പാറക്കെട്ടിന് മുകളിലുള്ള ആധുനിക വിനോദസഞ്ചാര കേന്ദ്രവുമെല്ലാം തന്നെ അങ്ങേയറ്റം അതിശയിപ്പിക്കുന്നു. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോഴാണ് ആ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ. കൂടാതെ തന്നെ ഇത് DTPCക്ക് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കൈമാറുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് ആവശ്യമായി ഇതിൻ്റെ പരിസര പ്രദേശത്തു നിന്ന് അതിൻ്റെ അളവെത്രയാണെന്ന് ഞങ്ങൾക്കറിയില്ല, കുറേ വസ്തുക്കൾ ടൂറിസത്തിന് അത് ഇപ്പോൾ തന്നെ കൈമാറിയിട്ടുണ്ട്. ഇത് വളരെ വൈകാതെ തന്നെ DTPC ഏറ്റെടുക്കും. അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലധികാരികളുമായി നടത്തിക്കൊണ്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നവരെല്ലാം താൽക്കാലിക ജീവനക്കാരാണ്. എന്നാൽ അത് 18 വർഷം 20 വർഷമായ ജീവനക്കാരടക്കമുണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ സന്ദർശകരെത്തുന്നത്. വൈകുന്നേരങ്ങളിൽ കൂടുതൽ സന്ദർശകരെത്താറുണ്ട്. മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ തന്നെ നല്ല തിരക്കുണ്ടാവുന്നുണ്ട്. ടൂറിസ്റ്റ് വിദേശികളും വരാറുള്ള സ്ഥലമാണ്. ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ശിശുപാലൻ സാറും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സംസാരിച്ചത് എൻ്റെ പ്രിയ സുഹൃത്ത് സുവർണകുമാറാണ്. നിരവധി വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുകയാണ്. ഗുഹാക്ഷേത്രത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ നട അടച്ചിരുന്നാൽ അകലെ നിന്നാണ് എടുക്കുവാൻ സാധിച്ചത്. പോയ കാലത്തിൻ്റെ അടയാളങ്ങൾ തേടുകയും സഞ്ചാരം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പ്രാചീന ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മടവൂർ പാറ.